ആ പാലുണ്ടി ഒന്ന്. ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ. 1 മില്യനാ? ആ അത് ഞാനാണത്. അത് ചേട്ടാ. അതെ അതെ. ഇത് പിടി 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 പിടി. ഞാൻ തിരിച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ്. ചേട്ടാ ഈ വൈറലായ അയാളുടെ വീട് ഇതാ വീട്. ഇത് റിപ്പോർട്ടർ ചാനലാണ്. അതെ മറ്റേ മുട്ടയില്ലേ? ഇല്ല ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വാ 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 വാ. അമ്മേ നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. നാണില്ലേ? റീൽസ് ചെയ്യുന്നവന്മാർക്ക് എന്തോന്ന് നാണോടി. അമ്മേ ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി വാ. നീയും വാ. ദൈവമേ കുടിച്ചില്ല. എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവുന്നു. അല്ല വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞായറാഴ്ച ഒരു 10-10:30 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ഇപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ വിനോദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട്. വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചാന്ന് എനിക്കറിഞ്ഞു. ഒരു മിനിറ്റ് ഇപ്പോൾ വിനോദേ, ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെയാടാ റൂമിൽ കയറി കിടക്കുന്നത്. വിനോദ സംഭവം വൈറലായി. ഏഷ്യാനെറ്റ് 24 നമ്മളെ റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട്. എടാ എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങിട്ട് നമുക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ് ഇനി BBC കൂടെ വരാളൂ. ബാക്കി എല്ലാവരും എന്റെ അനിയൻ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ് ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജല്ല, വിനോദ്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ ഉറപ്പായും ഇതിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ. ഇത് പാരാഫീലിയ എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരുതരം എക്സിബിഷനിസമാണ്. PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എഴുതാതെ കയറിയവരുടെ അവസ്ഥ എന്തായിരിക്കും? KSRTC കംഫർട്ട് സ്റ്റേഷനിലെ ലേഡീസ് ടോയ്ലറ്റിൽ അതിക്രമിച്ച് കയറിയ യുവാവ് നടത്തിയ നഗ്നതാ പ്രദർശനം കേരളത്തെ ഒന്നാകെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട്. യെസ് അജിത, നമ്മുടെ സുനിൽ, റിപ്പോർട്ടർ സുനിൽ ലൈനിലുണ്ട്. വിനോദ് എന്ന ചെറുപ്പക്കാരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് കൂടിയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് സമൂഹത്തിന് തന്നെ വളരെയധികം ദോഷകരമാണ്. വിനോദിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മാസപ്പടിക്ക് സാധനം വാങ്ങുന്ന അയൽവാസിയായ ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവനാള് പാവാണ്. ഞങ്ങള് സ്ഥിരമായിട്ട് കാണുന്നതാണ് ആശാനെ. ഒരു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ കയറി പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അന്ത്യചർച്ച ഇവിടെ നടത്തുമായിരുന്നു. ഈ തുണിമുക്കി കാണിച്ചെന്ന് പറയുന്ന പയ്യില്ലേ, അവന്റെ പേരെന്ത്? വിനോദ്. അഴുക്ക പയ്യൻ. അവന്റെ അച്ഛൻ അതിനേക്കാൾ വഴി. ഈ പുരുഷ മേധാവിത്വം പബ്ലിക് ടോയ്ലറ്റിന്റെ, അതും ലേഡീസ് ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് പൗരുഷം പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവന്റെ ചെത്തി പട്ടി കഴിഞ്ഞിട്ട് കൊടുക്കണം. സ്ത്രീകളുടെ ഡോറി മുട്ടുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഞങ്ങൾ മലയാളികൾക്കുണ്ട്. ഞങ്ങള് കഴിക്കുന്നതും അരിയാഹാരമാണ്. തനിക്കിത്ര മുട്ടി നിൽക്കുവാണെ താൻ പോയി പെണ്ണ് കെട്ടോ. ഭയങ്കര കഷ്ടം. നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാടാ? ശരി, നിനക്കൊന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ? എത്ര പ്രാവശ്യം വിളിച്ച്? ഞങ്ങളും നിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്ന് അല്ലേ? നാണം കെട്ടത് ഞാൻ മാത്രമല്ലേ? എന്തത്? ഒരു രോഗിയെ കാണാൻ വരുമ്പോ ആപ്പിളും ഓറഞ്ചൊക്കെ തരേണ്ടത്. ഞാൻ വെച്ചോളാം.
പിന്നെ ഇവ മാനസിക രോഗിയല്ലേ? പിന്നെ മനസ്സിന് വിഷമമുള്ള ഒരാൾ മാനസിക രോഗിയല്ലേ? അല്ലെങ്കിൽ ഈ പോക്കൃത്തരം കാണിക്കും. സാറിനറിയാലോ. വിനോദിന്റെ ചേട്ടാ, ഇതിപ്പോ ഒരു മലമറിക്കുന്ന സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഓവർ 2 ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോവും. അത്രേ ഉള്ളൂ. നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ നമുക്ക് ജീവിക്കാൻ? അതിനടാ നീ ഇങ്ങനെ ഇരിക്കാൻ, നാളെ ഓഫീസിൽ പോകാൻ നോക്ക്. അവൻ വരും സാർ. സാർ ഞാൻ നാളെ തൊട്ട് വരാം. അല്ല അത് എന്താ സാർ ഒരു കൺഫ്യൂഷൻ? അവൻ വരും, ഉറപ്പായിട്ട് വരും. വിനോദേ, നിനക്കൊരു സർപ്രൈസ് തരാനാണ് സത്യം പറഞ്ഞ സാറ് വന്നത്. ഇപ്പോ താങ്ക് യു സാർ. ഈ ഒരു അവസ്ഥയില് സാറിനെങ്കിലും എനിക്കൊരു സർപ്രൈസ് തരാൻ തോന്നിയല്ലോ. ശരിക്കും സർപ്രൈസ് അല്ല, സസ്പെൻസാ. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. അതെ, സസ്പെൻഷനാ. അല്ലേലും രണ്ടും കണക്കാണല്ലോ. ഇവനറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? അതാണ്. വിനോദിന്റെ അച്ഛ, വിനോദിന്റെ അമ്മേ, ഇതിപ്പോ എന്താന്ന് വെച്ചാലേ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി വിനോദിനെതിരെ ഒരു പരാതി തന്നേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ ഈ സസ്പെൻഷൻ എടുത്തേക്കുന്നത്. ഇതിപ്പോ ഒരു 6 മാസമേ ഉള്ളൂ വിനോദേ. അത് കഴിഞ്ഞാൽ ജോലിക്ക് വരാം, സംശയിക്കണ്ട. വരാം. എടാ 6 മാസം എന്ന് പറഞ്ഞാൽ ദാമങ്ങ് പോവും. നീ ഒരു ടെൻഷൻ അടിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങോട്ട് കൊടുത്താലോ? വിനോദേ, ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് മേടിച്ചാട്ടെ. സാർ ഇത് കല്യാണക്കുറി അല്ലാണ്ട് സസ്പെൻഷൻ ഓർഡർ ആണ്. എന്നാലും ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ. എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു. 10 വർഷത്തിന് ശേഷം കേരളത്തിന്റെ, നമ്മുടെ പുണ്യമായ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ വന്നിരിക്കുകയാണ്. ആരെ കാര്യമാണ് പറഞ്ഞ? നിന്റെ കാര്യം. അതായത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എനിക്ക് സർപ്രൈസ് എന്റെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ പറ്റിയില്ല. കാരണം കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് ഒരു വിലയില്ല എന്നെ. അപ്പോ എന്റെ കുഞ്ഞമ്മയുടെ ഏക മകനാണ് വൈശാഖ്. അവനിന്ന് പോകുമ്പോ കൊച്ചനും കുഞ്ഞമ്മയും കരഞ്ഞ് പാവമ്മയെ കരയിപ്പിക്കാൻ ഷുഗറുള്ളതാണ് അവർക്ക്. കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി സർപ്രൈസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്തിനാ പതങ്ങനെ? അമ്മ നെല്ലുണക്കുന്നു, അച്ഛൻ മടൽ വിട്ടു. നീ പോയി അമ്മയെ സർപ്രൈസ് കൊടുക്കും. കണ്ണ് പൊത്ത്, കണ്ണ് കണ്ണ്. അമ്മ അതെ, ഞാൻ പട്ടി. നിന്നോട് ആര് പറഞ്ഞാ ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? കുരുത്തം കേട്ടവൻ. പോയിട്ട് 1 കൊല്ലായുള്ളൂ. അറബിയോട് വഴക്കുണ്ടാക്കുമ്പോഴേ എനിക്ക് അറിയാൻ അവരിപ്പോ പറഞ്ഞു വിടുള്ളൂ. അറബി എന്നെ ഫേദം. പച്ചമടൽ വെട്ടിയച്ചാ ശ്രീരാജേട്ടാ വിളിക്കുന്നു. കണ്ണായ 5 സെന്റ്. ഈ 5 സെന്റ് വിറ്റ് തൊളിച്ചിട്ടാണ് അതിന് ഞാൻ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടത്. തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലാതെ ഈ പടി കയറി പോരുത്. ഞാൻ അച്ഛൻ പണിക്ക് പോ. ഞാൻ നിന്റെ ജോലിയോ നീ കൊണ്ട് കളഞ്ഞു. യവന്റെ ജോലി കൂടെ കളഞ്ഞപ്പോ നിനക്ക് സമാധാനായ? എന്റെ വൈശാഖ, എന്നാലും നിനക്കൊന്ന് വിളിച്ചിട്ട് വരായിരുന്നു. വലിയ പറയാതെ വന്നിട്ട് ഇങ്ങനെ ഇനി പറഞ്ഞിട്ട് വന്നാലാ എന്നെ കൊല്ലൂലേ? ഞാനതല്ല ആലോചിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ അറബി ശാപം ഉണ്ടെന്നാ തോന്നുന്നത്. അറബി ശാപം? ഗൾഫ് വാഴത്തില്ലെന്ന്. ഇത് കണ്ടോ? ഒരു AC മെക്കാനിക്ക് വന്നിരുന്ന് കാണിക്കുന്നുണ്ടോ?
അതൊന്നും അല്ല വല്യച്ഛ. അവിടെ പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ല നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ജീവിക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ സെലിബ്രേറ്റർ കൂടെ കൂട്ടുപിടിച്ചോണ്ട് പോയി നല്ല പടവളങ്ങ കൃഷി ചെയ്യ്. ഞാൻ നിന്നോട് എന്താ ഇങ്ങോട്ടൊന്നും ഇപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എടാ, കേരളത്തിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള എന്നെ വീട്ടിൽ പോലും വിലയില്ല. നന്നാവാൻ അനുവദിക്കില്ല. രക്ഷപ്പെടുമ്പോഴോ വാ കേട്ടാ. അത്ര കണ്ടാടാ 6 വർഷം കൊണ്ട് 650 ഫോളോവേഴ്സ്. മരിക്കും മുമ്പേ അത് 1000 ആയാൽ മതിയായിരുന്നു.